നമ്മുടെ പ്രിയപ്പെട്ട ഹോട്ടലുകളിൽ നിന്ന് ബിരിയാണിയുടെ മണവും ദോശയുടെ മൊരിഞ്ഞ ശബ്ദവും മാഞ്ഞു തുടങ്ങുകയാണോ? അതെ എന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യം കടുത്ത പാചകവാതക ക്ഷാമത്തിലൂടെ കടന്നുപോകുമ്പോൾ ഹോട്ടൽ ഉടമകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. വൻ നഗരങ്ങളിലെ പല പ്രമുഖ ഹോട്ടലുകളും തങ്ങളുടെ പ്രധാന വിഭവങ്ങൾ മെനുവിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങി. സിലിണ്ടറുകൾ കിട്ടാനില്ലാത്തത് കാരണം അടുക്കളകൾ പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഹോട്ടൽ മേഖല. സാധാരണക്കാരന്റെ ഭക്ഷണശീലങ്ങളെ പോലും ബാധിക്കുന്ന ഈ ഗ്യാസ് പ്രതിസന്ധിയുടെ ആഴം പരിശോധിക്കാം. കൊച്ചി നഗരത്തിൽ മാത്രം ഏകദേശം 8,000 ഓളം ഹോട്ടലുകളും ഭക്ഷണശാലകളും ഉണ്ടെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഇന്നലെ തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം പലയിടത്തും നിന്നു. നിലവിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ കൊച്ചിയിലെ പകുതിയിലധികം ഹോട്ടലുകളും വരും ദിവസങ്ങളിൽ പൂട്ടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിലെ ചില സ്വകാര്യ ഹോസ്റ്റലുകളിൽ ഗ്യാസ് തീർന്നതിനെ തുടർന്ന് മെസ്സ് പ്രവർത്തനം നിർത്തി. ഇതേ തുടർന്ന് പല താമസക്കാരും താൽക്കാലികമായി വീടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ തിരക്കുള്ള ചില ഇടത്തരം ഹോട്ടലുകൾ ഗ്യാസ് ലാഭിക്കാനായി പാചകം ഭാഗികമായി വിറകടുപ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ ഇത് പ്രായോഗികമല്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുന്ന ദോശ, പൊറോട്ട, ബിരിയാണി, ചൈനീസ് വിഭവങ്ങൾ എന്നിവ പലരും മെനുവിൽ നിന്ന് ഒഴിവാക്കി. പകരം ഇഡ്ഡലി പോലെ വേഗത്തിൽ പാകം ചെയ്യാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ പോലും രാത്രി വൈകിയുള്ള സേവനം നിർത്താനോ പ്രവർത്തന സമയം കുറയ്ക്കാനോ ആലോചിക്കുന്നു. വിറകടുപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത നഗരങ്ങളിലെ ഹോട്ടലുകൾ വലിയ ഇൻഡക്ഷൻ കുക്കറുകളിലേക്കും ഇലക്ട്രിക് ഓവനുകളിലേക്കും മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിനായുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വലിയ ചെലവായതിനാൽ പെട്ടെന്നുള്ള മാറ്റം പ്രായോഗികമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു ഹോട്ടലിന് കൈവശം വെക്കാവുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.